ഇൻഡക്ഷൻ മെഷീൻസിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ബൈൻഡിങ് റെസിസ്റ്റൻസിനെ കുറിച്ചും ലീക്കേജ് റിയാക്റ്റൻസിനെ കുറിച്ചും പഠിച്ചു. കാൽക്കുലേഷൻ്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ റെസിസ്റ്റൻസും റിയാക്റ്റൻസും പ്രൈമറി സൈഡിലേക്ക് അഥവാ സെക്കൻഡറി സൈഡിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ചും അതിൻ്റെ ഇക്വേഷൻസും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടെ നമ്മൾ ഒന്നാമത്തെ മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വേഷൻസ് പറഞ്ഞ സമയത്ത് സർക്യൂട്ടിൽ റെസിസ്റ്റൻസിൻ്റെയും റിയാക്റ്റൻസിൻ്റെയും സിമ്പിൾ റെസിസ്റ്റൻസിൻ്റെയും റിയാക്റ്റൻസിൻ്റെയും സിമ്പിൾ മാറിയിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി സെയിം കാര്യങ്ങൾ ഒന്നുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂമറിക്കൽ പ്രോബ്ലംസിന് മുന്നേ അതിന് വേണ്ട ഇക്വേഷൻസും ആ സർക്യൂട്ട് ഒന്ന് നേരെ വരച്ചതും എന്ത് ചെയ്യാം, ഒന്ന് കാണിക്കാം. അതിന് ശേഷം നമുക്ക് മോഡലായിട്ട് വരുന്ന രണ്ട് പ്രോബ്ലംസ് നോക്കാം. ഇനി ഇതേ ടൈപ്പ് പ്രോബ്ലം തന്നെ നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിലും പഠിക്കേണ്ടത്, ഒന്നുകൂടി അഡ്വാൻസ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ പ്രോബ്ലം ചെയ്യും. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുമ്പോൾ. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ മൊഡ്യൂളിൽ പഠിക്കും. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തതിൻ്റെ ഇക്വേഷൻസിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോവാം. ഇക്വേഷൻസ് ഫോർ ട്രാൻസ്ഫറിങ് റെസിസ്റ്റൻസ് ആൻഡ് റിയാക്റ്റൻസ് ടു പ്രൈമറി. ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിലും സെക്കൻഡറി സൈഡിലും റെസിസ്റ്റൻസും റിയാക്റ്റൻസും ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മളൊക്കെ പ്രൈമറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. റെസിസ്റ്റൻസ്, ഇപ്പോൾ പ്രൈമറിയിലും റെസിസ്റ്റൻസ് ഉണ്ട്, സെക്കൻഡറിയിലും റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ റിയാക്റ്റൻസും ഉണ്ട്. ഒരു ട്രാൻസ്ഫോമറിൻ്റെ റെസിസ്റ്റൻസും റിയാക്റ്റൻസും പ്രൈമറിയിലും സെക്കൻഡറിയിലും ഉണ്ടാവും. നമ്മൾ റെസിസ്റ്റൻസിൻ്റെ കേസ് മാത്രം ആദ്യം പറയും, പിന്നെ റിയാക്റ്റൻസിൻ്റെ മാത്രം. ഇപ്പോൾ പ്രൈമറിയിലുള്ള റെസിസ്റ്റൻസ് ആണ് R1, സെക്കൻഡറിയിലുള്ള റെസിസ്റ്റൻസ് ആണ് R2. പിന്നെ നമ്മൾ പ്രൈമറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ R2ന് എന്ത് ചെയ്യുക, പ്രൈമറിയിലേക്ക് കൊടുത്തിട്ട് സെക്കൻഡറി സൈഡ് ഫ്രീ ആക്കുക. പ്രൈമറി സൈഡിലുള്ള റെസിസ്റ്റൻസ് ആണ് R1, സെക്കൻഡറി സൈഡിലുള്ള റെസിസ്റ്റൻസ് ആണ് R2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡറിയിലെ റെസിസ്റ്റൻസ് 0 ആണെന്ന് അസ്യൂം ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ R2നെ പ്രൈമറിയിലേക്ക് മാറ്റുക. അപ്പോൾ ഈ R2 പ്രൈമറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തില്ല, റെസിസ്റ്റൻസ് പിന്നെ ഇല്ല. ഓക്കെ, അത് കാൽക്കുലേഷൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ R2നെ നമ്മൾ പ്രൈമറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പേര് എന്തായി മാറും, R2- എന്നാവും. മേളിലൊരു ഹൈഫൺ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ പ്രൈമറിയിലെ റെസിസ്റ്റൻസ് R1 ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെയുള്ള റെസിസ്റ്റൻസ് ഏതാണ്, R2. ഈ R2 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി, R2- ആയി. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വരച്ചതാണ്. R2-ൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, R2/K². ഇവിടെയുള്ള സെക്കൻഡറി റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും 10 ഓമോ 20 ഓമോ അല്ലെങ്കിൽ 5 ഓമാണോ 2.5 ഓമാണോ എന്നുള്ളത് ക്വസ്റ്റനിൽ തരും. ആ ഓമിനെ നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോൻ്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രൈമറി ഇക്വാലൻ്റ് കിട്ടും, അതായത് R2- കിട്ടും. ഓക്കെ, അങ്ങനെ R1 ആയി, R2- ആയി. ഈ R1ഉം R2- വെറുതെ ജസ്റ്റ് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അരിത്തമെറ്റിക്കലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് R01. R01ൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, R1 + R2-. R01 അഥവാ R01 എന്നൊക്കെ പറയും. പ്രൈമറി അല്ലെങ്കിൽ ടോട്ടൽ അല്ലെങ്കിൽ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. ഓക്കെ, ടോട്ടൽ അല്ലെങ്കിൽ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ റെഫേർഡ് ടു പ്രൈമറി ആണ് R01 എന്ന് പറഞ്ഞാൽ. R01ൻ്റെ ഇക്വേഷൻ R1 + R2-. ഓക്കെ, R2- കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്. എന്താണ്, R2/K² ചെയ്താൽ മതി. Kൻ്റെ വാല്യൂ എങ്ങനെ കിട്ടുക, വോൾട്ടേജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും, V2 V1 തന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ N2 N1 ഒക്കെ തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, Kൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണത്. അപ്പോൾ ഇങ്ങനെയാണ് റെസിസ്റ്റൻസിന് എന്ത് ചെയ്യുക, പ്രൈമറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇതുപോലെ റിയാക്റ്റൻസിന് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, X1 ആണ് പ്രൈമറിയിലെ റിയാക്റ്റൻസ്, ലീക്കേജ് റിയാക്റ്റൻസ്. സെക്കൻഡറിയിലെ ലീക്കേജ് റിയാക്റ്റൻസ് ആണ് X2. ഇപ്പോൾ X2നെ ഞാൻ എന്ത് ചെയ്യുക, പ്രൈമറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇക്വേഷൻ എന്താവും, X1 ഇവിടെ ഓൾറെഡി ഉണ്ട്, X2 എന്തായി മാറി, X2- ആയി മാറി. X2- എങ്ങനെ കണ്ടുപിടിക്കുക, റെസിസ്റ്റൻസിൻ്റെ അതേ ഇക്വേഷനാണ്, X2/K². X2 എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും, K നമുക്ക് കണ്ടുപിടിക്കാം, വാല്യൂ തന്നിട്ടുണ്ടാവും, വോൾട്ടേജിൻ്റെയോ കറണ്ടിൻ്റെയോ വാല്യൂ തന്നിട്ടുണ്ടാവും. അങ്ങനെ K കണ്ടുപിടിക്കാം, അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ത് ചെയ്താൽ മതി, X2നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ X2- കിട്ടി. അപ്പോൾ സർക്യൂട്ട് എന്തായി, ഒരൊറ്റ റിയാക്റ്റൻസ് ആയി മാറിയതല്ലേ. ആ റിയാക്റ്റൻസിൻ്റെ പേരാണ് X01. X01ൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക, പ്രൈമറിയിലെ റിയാക്റ്റൻസ് ആയ X1നോട് കൂടെ X2- ആഡ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ റിയാക്റ്റൻസിനെ ഇങ്ങോട്ട് മാറ്റാം. ഇപ്പോൾ റെസിസ്റ്റൻസ് റിയാക്റ്റൻസ് എന്തും കോമൺ ആയിട്ട് ഒരേ ട്രാൻസ്ഫോമറിൽ തന്നെയാണ് രണ്ടും ഉണ്ടാവുക. അപ്പോൾ അതിനെ സിമ്പിളായിട്ട് കാണിച്ചതാണ്. സെക്കൻഡറിയിലെ റെസിസ്റ്റൻസും റിയാക്റ്റൻസും ഒക്കെ ഇങ്ങോട്ട് മാറ്റി. ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ പേരെന്തായി, R01 ആയി. R01 എങ്ങനെ കണ്ടുപിടിക്കുക, R1 + R2-. അതുപോലെ റിയാക്റ്റൻസ് ആണെങ്കിൽ X1 + X2-. മനസ്സിലാക്കേണ്ട കാര്യം, R01 കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, X01 കണ്ടുപിടിക്കണമെങ്കിലോ X1ഉം X2- ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. Z01 കണ്ടുപിടിക്കണമെങ്കിലോ ഇത് രണ്ടും ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്താൽ പോരാ, എന്ത് ചെയ്യണം, വെക്റ്റർ സമ്മാണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് R01² + X01² ചെയ്താലേ നമുക്ക് എന്ത് കിട്ടും, Z01 കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, Z01ൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, Z01 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് R01ൻ്റെ സ്ക്വയർ പ്ലസ് X01ൻ്റെ സ്ക്വയർ, മൊത്തം സ്ക്വയർ റൂട്ടിലാണ് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് Z01 കിട്ടും. ഓക്കെ, അപ്പോൾ ആ കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി, ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ. ഇതുപോലെ
സെക്കൻഡറി സൈഡിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ പ്രൈമറിയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതുപോലെ സെക്കൻഡറി സൈഡിലേക്ക് മാറ്റുന്നതിനുള്ള ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പ്രൈമറിയിലുള്ള റെസിസ്റ്റൻസ് ആണ് R1, സെക്കൻഡറിയിലുള്ള റെസിസ്റ്റൻസ് ആണ് R2. ഞാൻ എന്ത് ചെയ്യാണ്, പ്രൈമറിയിലുള്ള റെസിസ്റ്റൻസ് 0 ആണെന്ന് അസ്യൂം ചെയ്തിട്ട് പ്രൈമറിയിലുള്ള റെസിസ്റ്റൻസ് എന്ത് ചെയ്യാണ്, സെക്കൻഡറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൻ്റെ പേരെന്തായി മാറി, R1 ആയി. പ്രൈമറിയിലാണെങ്കിൽ R1 ആണ്, സെക്കൻഡറിയിലേക്ക് എത്തുമ്പോൾ അത് R1 ആയി. R1 ഇക്വേഷൻ എന്തായിരുന്നു, K² R1. പ്രൈമറിയിലുള്ള റെസിസ്റ്റൻസിനെയോ റിയാക്ടൻസിനെയോ സെക്കൻഡറി സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഡാഷ് നമ്മൾ കൊടുക്കും, R1 അല്ലെങ്കിൽ സെക്കൻഡറി ഇക്വാലൻ്റ് എന്നൊക്കെ പറയും. ഓക്കെ, നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സൈഡിനാണ് പ്രൈമറി എന്ന് പറയുക, ലോഡ് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സൈഡിനെ സെക്കൻഡറി എന്നും പറയും. അങ്ങനെ R1 = K² R1. ഓക്കെ, പിന്നെ ഇവിടെ R2 ഓൾറെഡി ഉണ്ടല്ലേ, അപ്പോൾ അതുപോലെ വരച്ചു R2. ഇനി R2ഉം R1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് പറയും, R02. സെക്കൻഡറി ഇക്വലൻ്റ് അല്ലെങ്കിൽ ടോട്ടൽ അല്ലെങ്കിൽ ടോട്ടൽ അല്ലെങ്കിൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ റെഫേർഡ് ടു സെക്കൻഡറി എന്നാണ് ഈ R02 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് വലിയ പേരാണ്. R02 പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ റെഫേർഡ് ടു സെക്കൻഡറി അഥവാ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ റെഫേർഡ് ടു സെക്കൻഡറി, അത് രണ്ടും പറയും. R02 എന്താണ്, R1 + R2. ഓക്കെ, R1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് മാറ്റി കൊടുക്കുന്ന റെസിസ്റ്റൻസ്, R2 എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ K² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. നേരത്തെ കേസിലാണെങ്കിലോ പ്രൈമറിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഡിവൈഡ് ചെയ്യായിരുന്നു, ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ്. ഇതുപോലെ തന്നെയാണ് റിയാക്ടൻസിൻ്റെ കേസും. പ്രൈമറിയിലെ റിയാക്ടൻസ് X1 ഉണ്ട്, സെക്കൻഡറിയിലെ ലീക്കേജ് റിയാക്ടൻസ് X2. അപ്പോൾ ഈ റിയാക്ടൻസ് പറയുമ്പോൾ മനസ്സിലാക്കണം, രണ്ടും ലീക്കേജ് റിയാക്ടൻസ് തന്നെയാണ് കേട്ടോ. X1 എന്ന് പറഞ്ഞാൽ പ്രൈമറി ലീക്കേജ് റിയാക്ടൻസ്, X2 എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ലീക്കേജ് റിയാക്ടൻസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, X1 വാല്യൂ 0 ആണെന്നുള്ള രീതിയിൽ എടുത്തിട്ട് X1 ഇങ്ങോട്ട് മാറ്റും. അപ്പോൾ അതിൻ്റെ പേരെന്തായി, X1 ആയി. അപ്പോൾ ഇവിടെ X2 ഓൾറെഡി ഉണ്ട്, X1 ഇവിടെ വന്നു. ഈ X2ഉം X1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് X02 കിട്ടും. ഒരൊറ്റ റിയാക്ടൻസ് ആയിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. X1 ഇക്വേഷൻ എന്തായിരുന്നു, റെസിസ്റ്റൻസ് പോലെ തന്നെ X1 എന്നാൽ മതി, K² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ X1 = K² X1. ഈ X1 വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടാവും, ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് വരും. Kൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ X2ഉം X1 കിട്ടും. ഓക്കെ, ഈ X02 കണ്ടുപിടിക്കണമെങ്കിൽ X2ഉം X1 ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ X2ൻ്റെ വാല്യൂ 5 Ω ആണ്, X2 വാല്യൂ X2ൻ്റെ വാല്യൂ 5 Ω ആണ്, X1 വാല്യൂ 10 Ω ആണെന്ന് കരുതുക. അപ്പോൾ X02ൻ്റെ വാല്യൂ എന്തായിരിക്കും, 10 + 5 15 Ω ഡയറക്റ്റ് ആയിട്ട് കിട്ടും. വെറുതെ അങ്ങ് ആഡ് ചെയ്താൽ മതി, റെസിസ്റ്റൻസും റിയാക്ടൻസും ഒക്കെ കേട്ടോ. ഇമ്പിഡൻസ് കാണുമ്പോൾ മാത്രമാണ് നമ്മൾ സ്ക്വയർ ചെയ്ത് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനെ കോമൺ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസും റിയാക്ടൻസും ഒരുമിച്ച് വരികയാണെങ്കിലോ പ്രൈമറിയിൽ റെസിസ്റ്റൻസും റിയാക്ടൻസും ഒക്കെ നമ്മൾ സെക്കൻഡറിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പ്രൈമറിയിൽ ഒന്നുമില്ല. സെക്കൻഡറിയിൽ എന്താ ഉള്ളത്, R2 എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയുടെ റെസിസ്റ്റൻസ് ഉണ്ട്, പ്രൈമറിയുടെ റെസിസ്റ്റൻസ് ഇങ്ങോട്ട് വന്നപ്പോൾ അത് R1 ആയി. അതുപോലെ റിയാക്ടൻസ് X2 ഓൾറെഡി അവിടെ ഉണ്ട്, X1 എന്നുള്ള സാധനം ഇങ്ങോട്ട് വരുമ്പോൾ X1 ആയി. ഈ X2ഉം X1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് X02 കിട്ടും. വെറുതെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. R2ഉം R1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ R02 കിട്ടി. ഇനി ഇത് രണ്ടും എന്ത് ചെയ്യുക, വെക്ടോറിക്കൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ Z02 കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്വേഷൻ എന്തായിരുന്നു, Z02 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം Z02 കണ്ടുപിടിക്കുന്നത് √R02² + X02² ചെയ്താൽ മതി. R02² + X02². അപ്പോൾ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം, R02² + X02². അപ്പോൾ ഫുൾ എന്തില്ല, സ്ക്വയർ റൂട്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് Z02 കിട്ടും. അപ്പോൾ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വാല്യൂസും പ്രൈമറിയിലേക്കും സെക്കൻഡറിയിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അത് ബേസിക് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഈ സിമ്പിൾ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പോൾ സിമ്പിളായുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് സാധാരണ ഈ സെക്ഷനിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ ചോദിക്കാറ്. അപ്പോൾ ആ ടൈപ്പ് പ്രോബ്ലമാണ് നമ്മൾ നോക്കുന്നത്. ദ പ്രൈമറി വൈൻഡിങ് റെസിസ്റ്റൻസ് ആൻഡ് റിയാക്ടൻസ് ഓഫ് എ 10 kVA 2000 bar 400 volt single phase transformer is 5.5 ohm and 12 ohm respectively. The corresponding values for secondary are 0.2 ohm and 0.45 ohm. Find equivalent resistance and reactance referred to primary and secondary. ഇപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമ്മൾ ഈക്വലൻ്റ് റെസിസ്റ്റൻസും റിയാക്ടൻസും റെഫർഡ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കിട്ടി, ആദ്യം തന്ന വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പ്രൈമറി വൈൻഡിങ് റെസിസ്റ്റൻസ് ആൻഡ് റിയാക്ടൻസ് ആണ് ആദ്യം പറഞ്ഞുള്ളത്. പ്രൈമറി വൈൻഡിങ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1, റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ X1. അതായത് R1ൻ്റെ വാല്യൂ എത്രയാണ്, 5.5 റെസ്പെക്റ്റീവ്ലി എന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 5.5 ആണ് R1. X1 എന്ന് പറഞ്ഞാലോ 12 Ω തന്നിട്ടുണ്ട്. ഓക്കെ, ഈ 10 kV എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ റേറ്റിംഗ് ആണ്. അത് നമുക്ക് ഈ പ്രോബ്ലത്തിൽ ആവശ്യമില്ല, വരുന്ന പ്രോബ്ലങ്ങളിൽ എന്തുണ്ടാവും, ആവശ്യം ഒരു രണ്ടാമത്തെ മോഡലിൽ. അപ്പോൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. 2000 bar 400 volt എന്തിനാണ് തന്നെ നമുക്ക് തോന്നും അല്ലേ, നമ്മൾ ഇക്വേഷനിൽ എന്തുണ്ട്, K കണ്ടുപിടിക്കാണ്ട് അല്ലേ, K കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോൾട്ടേജിൻ്റെ റേറ്റിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്ന വോൾട്ടേജ് 2000 ആണല്ലോ, ബാർ 400 എന്നാണ്. അപ്പോൾ ഈ 2000 ആയിരിക്കും V1 അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ്.
400 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ട്രാൻസ്ഫോമർ റേറ്റിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആദ്യം തരുന്ന വോൾട്ടേജ് ആയിരിക്കും പ്രൈമറി വോൾട്ടേജ് അഥവാ V1. സെക്കൻഡറി സൈഡിലുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സൈഡിലുള്ള വോൾട്ടേജാണ് രണ്ടാമതായിട്ട് തരിക 400. നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാതെ എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അല്ല 2000 വോൾട്ടിനെ 400 വോൾട്ടാക്കി മാറ്റുന്ന വോൾട്ടേജിനെ കുറയ്ക്കുന്ന ഒരു ട്രാൻസ്ഫോമറാണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം തന്നിരിക്കുന്ന വാല്യൂസാണ് മനസ്സിലാക്കേണ്ടത്. V1 2000 ആണ്, V2 400 ആണ്, R1ൻ്റെ വാല്യൂ 5.5 Ω ആണ്, റിയാക്ടൻസ് ആണ് പ്രൈമറിയുടെ, അതായത് X1 12 Ω ആണ് തന്നിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി. ദ കറസ്പോണ്ടിങ് വാല്യൂസ് ഫോർ സെക്കൻഡറി ആർ. ഇതുപോലെ സെക്കൻഡറിയുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഏതായിരിക്കും? ഇപ്പോൾ റെസിസ്റ്റൻസ് ആണല്ലോ ഇവിടെ ആദ്യം പറഞ്ഞത്, പിന്നെ റിയാക്ടൻസാണ്. അപ്പോൾ സെക്കൻഡറിയുടെ റെസിസ്റ്റൻസ് ആണ് 0.2, അതായത് R2 0.2 Ω ആയിരിക്കും, X2 0.45 Ω ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതിന്? ഫൈൻഡ് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആൻഡ് റിയാക്ടൻസ് റെഫേർഡ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി, അതായത് R01, X01, R02, X02. ഇത്രയും വാല്യൂസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പകുതി സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യുക, ഞാൻ അതിൽ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം ചെയ്യുക. സിമ്പിൾ ഇക്വേഷൻസ് ആണിത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എഴുതി. ഗിവൺ KVA റേറ്റിംഗ് എത്രയാണ്? 10 KVA. അത് ഈ പ്രോബ്ലത്തിൽ ആവശ്യമില്ല. V1 എത്രയാണ്? 2000 വോൾട്ട്. ആദ്യം തന്ന വോൾട്ടേജാണ് പ്രൈമറി വോൾട്ടേജ് V1. V2 400 വോൾട്ട്. R1 5.5 Ω ആണ്, X1 12 Ω ആണ്, R2 0.2 Ω ആണ്, X2 0.45 Ω ആണ്. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടതാണ് R01 കണ്ടുപിടിക്കണം, R02 കണ്ടുപിടിക്കണം, X01 കണ്ടുപിടിക്കണം, X02 കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. മറ്റത് എന്ത് ചെയ്യുക, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുക. R02 എങ്ങനെ കണ്ടുപിടിക്കുക, X02 എങ്ങനെ കണ്ടുപിടിക്കുക. നമുക്ക് K വേണം അല്ലേ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നിർബന്ധമാണ്. എന്നാൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കണ്ടുപിടിച്ചു. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K = V2/V1. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. V2/V1 ഉണ്ട്, E2/E1 ഉണ്ട്, N2/N1 ഉണ്ട്, I1/I2 ഉണ്ട്. നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റൂ. നമുക്ക് തന്നിരിക്കുന്നത് 2 വോൾട്ടേജ് ആണല്ലേ, പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും വോൾട്ടേജ് ആണ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യണം, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കണ്ടുപിടിക്കുകയാണ്. K = V2/V1. V2ൻ്റെ വാല്യൂ 400 ആണ്, V1ൻ്റെ വാല്യൂ 2000 ആണ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 0.2 എന്നാണ് കിട്ടുക. യൂണിറ്റ് ഒന്നുമില്ല, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. അപ്പോൾ 0.2 ആണ് Kൻ്റെ വാല്യൂ. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് കിടക്കാം. R02ൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? R2 + R1 ഡാഷ്. R2 + R1 ഡാഷ് എന്ന് പറഞ്ഞാൽ K² × R1. K നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, 0.2 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ R2ൻ്റെ വാല്യൂ 0.2 ആണ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, പ്ലസ് K² വാല്യൂ എത്രയാണ്? 0.22, കാരണം Kൻ്റെ വാല്യൂ 0.2 ആണ്, ഇൻറ്റു R1ൻ്റെ വാല്യൂ 5.5 Ω ആണ്. അപ്പോൾ 5.5 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് ബ്രാക്കറ്റിലാണ്, ഇത് മാറിപ്പോരുത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ആൻസർ? 0.42 Ω എന്ന് കിട്ടും R02. അതുപോലെ X02 കണ്ടുപിടിക്കണമെങ്കിൽ X02 = X2 + X1 ഡാഷ്. ഓക്കെ, X2 + X1 ഡാഷിൻ്റെ ഇക്വേഷൻ എന്താണ്? K² × X1. ഓക്കെ, X2ൻ്റെ വാല്യൂ 0.45 ആണ്, K² വാല്യൂ 0.22, X1ൻ്റെ വാല്യൂ 12. ചെയ്ത് കഴിയുമ്പോൾ 0.93 ആവും. ഇത്തരത്തിൽ നമ്മൾ 2 കാര്യങ്ങൾ കണ്ടുപിടിച്ചു. എന്തൊക്കെയാണ്? ഇക്വലൻ്റ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് റെഫേർഡ് ടു സെക്കൻഡറി, ടോട്ടൽ റിയാക്ഷൻസ് റെഫേർഡ് ടു സെക്കൻഡറി. ഇതുപോലെ ഇനി പ്രൈമറികളിലും കാണണം, അതായത് R01 കാണണം, X01 കാണണം. R01 എങ്ങനെ കാണുക? R1 + R2 ഡാഷ് ആയിരിക്കും ഇക്വേഷൻ. X01ൻ്റെ ഇക്വേഷൻ X1 + X2 ഡാഷ് ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ആ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. A 500 kVA 3300 bar 230 volt single phase transformer has R1 = 3.45 Ω, R2 = 0.0085 Ω, X1 = 5.4 Ω, X2 = 0.034 Ω. ഡയറക്റ്റായിട്ട് വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ. ഫൈൻഡ് ടോട്ടൽ ഇമ്പിഡൻസ് റെഫേർഡ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ, പക്ഷേ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന രീതിയിലൊരു മാറ്റമുണ്ട്. ഡയറക്റ്റായിട്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് മനസ്സിലാക്കുക. KVA റേറ്റിംഗ് തന്നിട്ടുണ്ട് 500 KVA. ആവശ്യമില്ല, ഇവിടെ നമുക്ക് ആവശ്യമില്ല. ഒന്നാമത്തെ മോഡ്യൂളിലെ പ്രോബ്ലത്തിൽ ആവശ്യമില്ല, കാരണം ലോസും കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല. നമ്മൾ രണ്ടാമത്തെ മോഡലിലാണ് ചെയ്യുക, അപ്പോൾ നമുക്കത് മനസ്സിലാവും. V1 എത്രയായിരിക്കും? 3300. ആദ്യം തരുന്ന വോൾട്ടേജാണ് V1 പ്രൈമറി വോൾട്ടേജ്. സെക്കൻഡറി വോൾട്ടേജ് എത്രയായിരിക്കും? 230 വോൾട്ട്, അതായത് V2 230. ബാക്കിയുള്ളവർ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോട്ടൽ ഇമ്പിഡൻസ് റെഫേർഡ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി. ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ Z01 ഉം Z02 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് R01, X01, R02, X02 ഒന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. എന്താണ്? ടോട്ടൽ ഇമ്പിഡൻസ് ആണ്, അതായത് Z01 ഉം Z02 ഉം റെഫേർഡ് ടു പ്രൈമറിയും സെക്കൻഡറി ഉണ്ട്. Z01 ഉം Z02 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം Z01 ഉം Z02 ഉം ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? R01 ഉം X01 ഉം R02 ഉം X02 ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ കുറച്ച് ലെങ്ത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ സിമ്പിളാണ്. അപ്പോൾ നമുക്കതിന് തന്നിരിക്കുന്ന വാല്യൂസ് എഴുതാം.
500 kV ആണ് പവർ റേറ്റിംഗ്. E1 അഥവാ V1 ഓക്കെ 3300 വോൾട്ടാണ്. E2 230 വോൾട്ടാണ്. R1 3.45 ഓം ആണ്. X1 5.4 ഓം ആണ്. R2ൻ്റെ വാല്യൂ 0.0085 ഓം, X2ൻ്റെ വാല്യൂ 0.034 ഓം. ഓക്കെ അഥവാ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോൻ്റെ ഇക്വേഷൻ എന്നാണ് E2/E1 അഥവാ V2/V1. അപ്പോൾ നമുക്ക് 2 വോൾട്ടേജ് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ വോൾട്ടേജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 230/3300. അപ്പോൾ എത്രയാണ് 0.0697. ഇപ്പോൾ ഈ വാല്യൂസ് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ 0.0697 കിട്ടുന്ന വെച്ചാൽ അത് അതുപോലെ തന്നെ എഴുതി വയ്ക്കാം. ചിലപ്പോൾ ഈ 0.0697 എന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കാൽക്കുലേറ്ററിൽ എന്ത് വരും 7 കഴിഞ്ഞിട്ട് ഒരുപാട് 666 എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ സിംപ്ലിഫൈ ആയിട്ട് 3 ഡിജിറ്റിലേക്ക് മാറ്റാം, 3-4 ഡിജിറ്റിലേക്ക് ആക്യുറസി കൂടാൻ വേണ്ടിയിട്ട്. ഓക്കെ മറിച്ച് പക്ക 0.0697 തന്നെയാണ് ആൻസർ കിട്ടുന്നത് വെച്ചാൽ എന്ത് ചെയ്യുക ആ വാല്യൂവിന് എടുക്കുക. അതിനെന്താക്കി മാറ്റിയെടുത്ത് 0.07 എന്നാക്കിയിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് കാരണം ആൻസറിൽ കുറച്ച് വേരിയേഷൻസ് വരും, കാരണം നമ്മളിതിൻ്റെ സ്ക്വയറാണ് എടുക്കുന്നത്. ഓക്കെ അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് എന്ത് ചെയ്യുക ഒരു 3-4 ഡിജിറ്റ് വരെ പോവുക, മിനിമം 3 ഡിജിറ്റ് എങ്കിലും എന്ത് ചെയ്യുക ആക്യുറസിയിൽ എടുക്കുക കേട്ടോ. 0.0697 ആണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ Kൻ്റെ വാല്യൂ കിട്ടിയത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് Z01 Z02. സെറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് ആണ്. ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. R01 ആദ്യം കണ്ടുപിടിക്കുകയാണ്. R01ൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു R1 + R2'. നമുക്കറിയുന്ന കാര്യമാണ് R1 + R2' ആണ് R01ൻ്റെ ഇക്വേഷൻ. R01 എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമറിൻ്റെ മൊത്തം റെസിസ്റ്റൻസ് പ്രൈമറിയുമായിട്ട് റെഫർ ചെയ്യുമ്പോൾ. ഓക്കെ R1 + R2' ഈസ് ഈക്വൽ ടു R1 + R2'ൻ്റെ ഇക്വേഷൻ എന്താണ് R2/K². R1 + R2' ആണ്. R1 + R2/K² ആയി മാറി. R2'ൻ്റെ ഇക്വേഷൻ എന്താണ് R2/K² ആണ്. R1ൻ്റെ വാല്യൂ 3.45 ആണ് നമുക്കറിയാം, പ്ലസ് R2ൻ്റെ വാല്യൂ 0.0085 ഡിവൈഡഡ് ബൈ K² എന്ന് പറയുമ്പോൾ 0.0697². ആൻസർ കിട്ടുന്നത് 5.2 ഓം. സെയിം പ്രൊസീജിയർ വെച്ചിട്ട് നമ്മുടെ X01 കണ്ടുപിടിക്കുകയാണ്. X01ൻ്റെ ഇക്വേഷൻ X1 + X2'. X1 + X2/K², കാരണം X2/K² ആണ് X2'. അപ്പോൾ X1ൻ്റെ വാല്യൂ 5.4 ഓം ആണ്. X2ൻ്റെ വാല്യൂ 0.034 ആണ്. Kൻ്റെ വാല്യൂ 0.0697 ആണ്. അതിന് സ്ക്വയർ കൊടുത്തു, കിട്ടുന്നത് 12.4 ഓം. R01 X01 കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് Z01 ആണ്. ഓക്കെ അപ്പോൾ Z01 എങ്ങനെ കണ്ടുപിടിക്കുക √R01² + X01². നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. R01ൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 5.2 ആണ്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. X01ൻ്റെ വാല്യൂ 12.4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ടും സ്ക്വയർ ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 13.45 ഓം. അപ്പോൾ ഇതാണ് Z01. അപ്പോൾ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓക്കെ, നമ്മൾ Z01 കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് Z02 ആണ്. ഓക്കെ അപ്പോൾ ഈ ഇക്വേഷൻസ് തന്നെയാണ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. റെഫർ ടു പ്രൈമറിയും റെഫർ ടു സെക്കൻഡും നമ്മളോട് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിലും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇക്വേഷൻ ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും കിട്ടും, സെയിം ഇക്വേഷനാണ്, വാല്യൂസ് മാത്രമേ മാറൂ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Z02 ആണ്. Z02 കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് ഇനി R02 X02 Z02 അത് മൂന്നും സെയിം പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്, ഇക്വേഷൻ ഒന്ന് മാറും. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം അതുകൂടെ ഡിസ്കസ് ചെയ്യാം. R02ൻ്റെ ഇക്വേഷൻ എന്താണ് R2 + R1'. R2 + R1' ആണ്. R1'ൻ്റെ ഇക്വേഷൻ എന്താണ് നമുക്കറിയാം K² R1 ആണ്. അപ്പോൾ K² R1 എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എന്താണ് R1' ആണ്. R2ൻ്റെ വാല്യൂ 0.0085 ആണ്, പ്ലസ് Kൻ്റെ വാല്യൂ 0.0697 സ്ക്വയർ ചെയ്യണമെന്നുള്ളതുകൊണ്ട് സ്ക്വയർ കൊടുത്തു ഇൻറ്റു 3.45. R1ൻ്റെ വാല്യൂ 3.45 ആണ്. ഈക്വൽ ടു 30 0.02526 ഓം. ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അറിയുന്നുണ്ടാവും, എന്നാലും നമ്മൾ എന്ത് ചെയ്യും ചില സമയത്ത് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരൊറ്റ ടേമാണ്, സ്ക്വയർ ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പാടും ആഡ് ചെയ്യാൻ പാടും. അതുപോലെ X02 കണ്ടുപിടിക്കണമെങ്കിൽ X2 + K² X1. X2ൻ്റെ വാല്യൂ 0.034 ആണ്. Kൻ്റെ വാല്യൂ 0.697 ആണ്, അതിൻ്റെ സ്ക്വയർ കൊടുത്തു. X1ൻ്റെ വാല്യൂ 5.4 ആണ്. ആൻസർ എത്ര കിട്ടി 0.06023 ഓം. R02 X02 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം Z02 കണ്ടുപിടിക്കാം. Z02ൻ്റെ ഇക്വേഷൻ എന്താണ് R02² + X02² ഓൾ ഇൻ ദി സ്ക്വയർ റൂട്ട്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് R02² + X02² ചെയ്ത് കഴിഞ്ഞാൽ Z02 കിട്ടും. R02ൻ്റെ വാല്യൂ നമുക്കറിയാം 0.02526 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. R02. X02ൻ്റെ വാല്യൂ 0.06023. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ട് സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ 0.0653 എന്ന് കിട്ടും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം Z02 കണ്ടുപിടിക്കാം. ഓക്കെ അപ്പോൾ ഇത്തരത്തിലാണ് ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് റെസിസ്റ്റൻസും റിയാക്ടൻസും പ്രൈമറിയിലേക്കും സെക്കൻഡറിയിലേക്കും എന്ത് ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എക്സാമിനും ചോദിക്കാറുണ്ട്. ഇതിനെ കൂടാതെ ഇതിനോട് അടുപ്പിച്ച് എന്ത് ചെയ്യും കോപ്പർ ലോസ് കണ്ടുപിടിക്കാറുള്ളതും ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കോപ്പർ ലോസ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ആൾറെഡി എന്ത് ചെയ്യും സെക്കൻഡ് മോഡ്യൂളിൽ ഒന്നുകൂടെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുകൂടി അഡ്വാൻസ് ചെയ്ത സാധനമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ രണ്ടാമത്തെ മോഡ്യൂൾ എളുപ്പമായിരിക്കും. എന്ത് ചെയ്യുക അപ്പോൾ കോപ്പർ ലോസും മറ്റു കാര്യങ്ങളും കണ്ടുപിടിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും സെക്കൻഡ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതോടെ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ.